ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ബിരിയാണിയുടെ വീഡിയോ ഇട്ടാണ് കാണിക്കുന്നത്. അതും നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള അരി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, ആ അരി ഉപയോഗിച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചോറ് ഒന്നും ഒട്ടാത്ത തരത്തിലുള്ള ബിരിയാണി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ഇല്ലെങ്കിലും നമുക്ക് കോഴിമുട്ട വെച്ചിട്ട് ഇതുപോലെ മുട്ട ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതട്ട പച്ചരി. ഞാനിവിടെ 1.5 കിലോ പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി വെക്കുകയാണ്. കുതിർത്തൊന്നും വേണ്ട, കഴുകി ഊറ്റിയിട്ടുണ്ട് വെക്കുകയാണ്. ഇനി ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണ ഉണ്ട്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ചിക്കൻ പൊരിച്ച എണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ പൊരിക്കാത്തതാണ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ കോഴിമുട്ട വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പാം ഓയിൽ, സാധാ പാം ഓയിൽ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടായി വരുന്ന എണ്ണയിലേക്ക് അതിലേക്ക് വേണ്ട സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. പട്ട, ഏലക്ക, ഗ്രാമ്പു, ജാതിപത്രി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ഒരു പൊട്ടണ സൗണ്ട് വരും. അങ്ങനെ ആവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് വെച്ചിട്ട് വല്ലാതാണ്ട് പൊട്ടിച്ചെടുക്കും ചെയ്യരുത്, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ചോറ് വെന്ത് കിട്ടുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും, ഒന്നും ഒട്ടുമില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. 1.5 കിലോ അരി ഞാനൊരു പാത്രത്തിൽ കണക്കാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാത്രത്തിൽ 1.5 പാത്രം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അപ്പുറത്ത് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത്, അപ്പോൾ അരിയൊക്കെ അങ്ങനെ വേവാതെ അങ്ങനെ കുതിർന്നിട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരിയൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ചട്ടകം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്കൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കണം. അത് ചെറിയ നാരങ്ങായ കാരണം ഞാനിതിലേക്ക് 1.5 നാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് നല്ല സോഫ്റ്റ് ആവാനൊക്കെ കുറച്ച് നാരങ്ങ നീര് നല്ലതാണ്. ഈ ചോറിലേക്ക് ഞാൻ കോഴി പൊരിച്ച എണ്ണയല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തോളൂ, ഇന്ന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കോഴി പൊരിച്ച എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ കോഴി പൊരിച്ച ചട്ടിയിൽ ഞാൻ ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ട വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഞാനിത് എടുക്കുന്നതിൻ്റെ മുന്നേ ഇതൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് റെഡിയാക്കുമ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വഴറ്റി എടുത്തതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണുക. അപ്പോൾ അത് പച്ചമണം മാറുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ചിക്കൻ പൊരിക്കാതെ മസാല ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ അത് നല്ലതല്ലേ, അധികം ചിലവില്ലാത്ത ബിരിയാണി ആകുമ്പോൾ ചിക്കൻ പൊരിക്കാതെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു ബിരിയാണിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടില്ല. ചിക്കൻ പൊരിക്കാത്ത ഒരു ബിരിയാണിയുടെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് ഉടനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിൻ്റെ ശേഷം അടച്ചു വെക്കുകയാണ്. ഇനി ഇത് കുക്കറിലുള്ള ചോറ്, കുക്കർ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ആ ഒരു വിസിൽ വന്നതോടുകൂടി തന്നെ ആ വിസിലൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് പൊക്കി വെച്ചിട്ട്
അതിലത്തെ എയറൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. സ്റ്റവ് അപ്പം തന്നെ ഓഫാക്കുകയും ചെയ്യണം. പിന്നെ ഇത് തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുക്കറിൽ നിന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കുക്കറിൽ ഇരുന്നിട്ട് അടിയൊക്കെ പിന്നെയും വേവ് കൂടും. ഇപ്പം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ കുറച്ച് വേവ് കൂടിയ പോലെ ഉണ്ട്, എന്നാലും ഒന്നുണ്ടാവിപ്പോയാൽ നല്ല പാകത്തിനുള്ള ചോറാട്ടോ. പച്ചരി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുക്കറിൽ വെക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ പാത്രത്തിലൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ എങ്ങനെയെന്ന് ഞാൻ നോക്കിയിട്ടില്ല. കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ചുകൊണ്ടാണ് ചോറിനൊരു മഞ്ഞ കളറ്. പിന്നെ വേറെ മഞ്ഞ കളറൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് ദം ചെയ്തെടുക്കുന്ന ചോറിൽ നമുക്ക് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. മസാലയൊക്കെ ഉണ്ട് കൂട്ടി മറിക്കുമ്പോൾ നല്ല പാകത്തിനുള്ളതായി കിട്ടും. അപ്പോൾ അതിങ്ങനെ അടിഭാഗം ഒന്ന് നിരത്തിയതിൻ്റെ ശേഷം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് നെയ്യോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം മസാല ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. കുറച്ച് മസാല ഞാനതിൽ ബാക്കി വെക്കുന്നുണ്ട്. അപ്പം ഇനി ചോറ് കഴിക്കുന്ന സമയത്ത് മസാല കൂടുതൽ വേണമെന്നുള്ളവർക്ക് മസാല ഇട്ട് കൊടുക്കാമല്ലോ. ഇതിപ്പോൾ ഇട്ടെടുത്ത് കുറച്ച് പാകത്തിനുള്ള മസാലയാണ്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചോറ് കൂടി കൊട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കണമെന്നില്ല, ഞാൻ ഉള്ളതുകൊണ്ട് ഒഴിച്ചെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊന്നും വറുത്തിട്ടിട്ട് കൊടുക്കണില്ല. കുറച്ച് ഗരം മസാലപ്പൊടി ഒന്നും ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയില ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കണം. ഒന്നുകൊണ്ട് ആവി കയറുന്ന വരെ കേട്ടോ. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ഇതിൻ്റെ മുകളിൽ കണലിട്ടതിന് ശേഷം ആ ഒഴിഞ്ഞ അടുപ്പത്തൊന്ന് വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഒരു കുടുക്കയിൽ വെള്ളം വെച്ചിട്ട് ഞാൻ ഒരു വെയിറ്റ് കയറ്റി വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ദമ്മൊക്കെ കയറിയിട്ട് ചിക്കൻ്റെ മണമൊക്കെ ഒന്ന് ഈ റൈസിലേക്ക് പിടിക്കാൻ വേണ്ടി മാത്രം ഒന്നങ്ങനെ ചെയ്തെടുക്കുക. ഇതെല്ലാതും കൂടി ഒന്നുകൊണ്ട് ഇളക്കി മറിച്ചെടുക്കുകയാണ്. കണ്ടില്ല, ചോറ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറ് ഒന്നും ഒട്ടാതെ നല്ല നമ്മൾ ബിരിയാണി അരി കൊണ്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരും പച്ചരി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ ചിക്കൻ മേടിക്കുമ്പോൾ ഇപ്പോൾ ചിക്കനും ഇപ്പോൾ അധികം വിലയൊന്നുമില്ല. നമ്മളിപ്പോൾ മീനൊക്കെ കിട്ടാത്ത സമയത്ത് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങാത്ത വീടുകളും ഉണ്ടാവില്ല. അപ്പോൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അപ്പം ബിരിയാണി അരി മേടിക്കണ്ടല്ലോ. അപ്പം പച്ചരി നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഓയിലും വെച്ചിട്ട് നെയ്യും വേണ്ട പാം ഓയിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. ചിക്കൻ ഇല്ലെങ്കിലും ചിക്കന് പകരം ഇതുപോലെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മുട്ട ബിരിയാണി ഉണ്ടാക്കിയാലും മതി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.